പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി ഇറാൻ രംഗത്തെത്തി. മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചു വരികയാണെങ്കിലും വിഷയത്തിൽ വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ പ്രസ്താവന വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് താൽപര്യപ്പെടുന്നുവെന്നും ട്രംപ് ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇറാനെതിരെ യുദ്ധം നയിക്കാൻ പ്രേരിപ്പിച്ച അമേരിക്കയുടെ തന്ത്രങ്ങൾ പാടെ പരാജയപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും രാജ്യത്തെ സൈനികമായി തകർക്കാനുമായിരുന്നു അമേരിക്ക ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിയാതെ അമേരിക്കയ്ക്ക് പിന്തിരിയേണ്ടി വന്നുവെന്ന് അബ്ബാസ് അരാഗ്ചി പരിഹസിച്ചു. ഇറാന്റെ പ്രതിരോധ ശേഷിയും ആഭ്യന്തര സുരക്ഷയും തകർക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പതിറ്റാണ്ടുകളായി തുടർന്ന ഉപരോധങ്ങളും ഭീഷണികളും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളോട് സന്ധി ചെയ്യാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. തങ്ങൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്നും അരാഗ്ചി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് അമേരിക്കയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാവില്ല എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇറാൻ ഉറപ്പു നൽകി. ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ സുഗമമായ യാത്രയ്ക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാതിരിക്കാൻ ഇറാന്റെ ഈ തീരുമാനം നിർണായകമാകും. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ ഇറാൻ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇന്ന് പുലർച്ചെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ UAE സുരക്ഷാ സേന വിജയകരമായി പ്രതിരോധിച്ചു. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് സൂചന. ബഹ്റൈനിലും സമാനമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ മൊഹ്റൂഖ് മേഖലയിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകളിലും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നെത്തിയ 3 ചാര ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. സൗദിയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇറാൻ നീക്കങ്ങൾ നടത്തുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. മേഖലയിലെ സഖ്യകക്ഷികൾക്കെതിരെയുള്ള ഇറാന്റെ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കൂടുതൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സൈനികമായ നീക്കങ്ങളെക്കാൾ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളയ്ക്കാനായിരിക്കും US ശ്രമിക്കുക. ഇറാൻ അമേരിക്ക തർക്കം മൂർച്ഛിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് നൽകിയ ഉറപ്പ് ഏറെ ആശ്വാസകരമാണ്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്ക ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത. ഇറാന്റെ കടുത്ത നിലപാടുകൾ പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ വഴിമുട്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന ഇറാന്റെ തന്ത്രം ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് വാതിൽ കൊട്ടിയടച്ചതോടെ ഇനി റഷ്യയോ ചൈനയോ പോലുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് മാത്രമേ ഈ സംഘർഷം പരിഹരിക്കാൻ കഴിയൂ. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയതായും ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും ടെഹ്റാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്.